ഒരു ദിവസം ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഏതോ ഒരു ഫയല് എനിക്ക് കാണണം എന്ന് പറഞ്ഞിങ്ങനെ വാട്സപ്പിൽ എനിക്ക് സന്ദേശം അയക്കും. അപ്പൊ ഞാൻ ഫയൽ അങ്ങോട്ട് പോകാനായിട്ട് വൈകി. അപ്പൊ ഞാൻ സത്യത്തില് മിനിസ്റ്ററുടെ മറ്റോ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഒരു ആംഗ്രി വാട്സപ്പ് എനിക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, പ്ലീസ് പിക്കപ്പ് ദി ഫയൽ ആൻഡ് കം ടു CS's റൂം, വി ആർ ദെയർ. അപ്പൊ ഞാൻ അപ്പൊ പിന്നെ ഓക്കെ, ഞാൻ സെക്ഷനിൽ നിന്ന് ആ ഫയലും എടുത്തോണ്ട് ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ കസേരയിലുണ്ട്, ഇദ്ദേഹം ഇപ്പുറത്തിരിപ്പുണ്ട്. അപ്പൊ ഇദ്ദേഹം ഒരു ക്ലൂ കൂടെ പറയാം, അദ്ദേഹം ഒരു എക്സ് ആർമിയോ എന്തോ ആർമി ട്രെയിനിങ്ങോ എന്തൊക്കെ ഉള്ളതാണ്. അപ്പൊ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോസിങ് ക്യാരക്ടറാണ്. അപ്പൊ ഇദ്ദേഹം ഞാൻ ചെന്ന പാടെ എന്നോട് വെട്ടിത്തിരിഞ്ഞു ഐ ടോൾഡ് യു ടു കം വിത്ത് ദ ഫയൽ അഡ്മിറ്റ് ഇൻ മൈ റൂം എന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞു, വൈ ആർ യു റേസിംഗ് യുവർ വോയിസ്, ലോവർ യുവർ വോയിസ് ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് യുവർ വോയിസ്. ചീഫ് സെക്രട്ടറിയുടെ ഇടയിൽ കൂടെ കൈ വെച്ചില്ല. ചീഫ് സെക്രട്ടറി അശോക് സ്റ്റാൻഡ് ഡൗൺ പ്ലീസ്, സ്റ്റാൻഡ് ഡൗൺ, ദാറ്റ്സ് ഇനഫ്. എല്ലാരും പിരിഞ്ഞു. പിന്നെ രസം അത് രണ്ടുപേരും അലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കയൊക്കെ ഫാനൊക്കെ കുലുങ്ങുന്നല്ലേ. ഐ ഡോണ്ട് ലൈക്ക് ഷൗട്ടിങ് അറ്റ് മീ, ജസ്റ്റ് സ്റ്റോപ്പ് ദാറ്റ് എന്ന് പറഞ്ഞു തിരിച്ചും കൊടുത്തു. ഇങ്ങനെ സിറ്റുവേഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ടുപേർക്ക് നല്ല ബോധം വരുമ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ സെക്രട്ടറി കോറിഡോറിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. രണ്ടുപേരും കൂടെ സംസാരിച്ച് കിടക്കുകയാണ്. അപ്പൊ അശോക് അപ്പോഴേക്ക് സീനങ്ങ് മാറി. കാരണം പുള്ളി എന്നെ അങ്ങ് ഓവർ പവർ ചെയ്യുമെന്ന് വിചാരിച്ചാണല്ലോ ഈ ടാക്ടിക് എടുത്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ മുറിയുടെ അവിടെ ചെന്നപ്പോ അശോക് പറഞ്ഞു, കം ആൻഡ് ഹാവ് എ കപ്പ് ഓഫ് കോഫി, ഐ തിങ്ക് യു നീഡ് എ കപ്പ് ഓഫ് കോഫി. ഐ സെഡ് യു നീഡ് 1 2 എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്നു, അശോക് ഡു യു സഫർ ഫ്രം ബ്ലഡ് പ്രഷർ ഓർ സംതിങ്, വാട്ട് ജസ്റ്റ് ഹാപ്പൻഡ് ഇൻ ദാറ്റ് റൂം? ഞാൻ പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല, എന്റെ അടുത്ത് ആരെങ്കിലും ഷൗട്ട് ചെയ്ത് തിരിച്ചു ഷൗട്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞു, എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ 2 അപ്പൊ തന്നെ ചീത്ത വിളിക്കും, അതെന്റെ സ്വഭാവമാണ്. ഞാൻ ഈ കൊല്ലത്തുനിന്ന് വരുന്നവനാണ്, എനിക്ക് വലിയ നൈസിറ്റീസ് ഒന്നും ഉണ്ടായെന്ന് വരത്തില്ല. ഡോണ്ട് ടേക്ക് ഇറ്റ് ഫ്രം മീ. അന്ന് പോലെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങ് മാറി. ഇപ്പോൾ ഒരു പ്രശ്നമില്ല.